പ്രിയപ്പെട്ടവരെ, കൊളോണിയൽ അടിമത്വത്തിൽ നിന്ന് ഇന്ത്യക്ക് രാഷ്ട്രീയ വിമോചനം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 വർഷം പൂർത്തിയാവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 80ാം വർഷം എന്ന് നമ്മൾ കൊണ്ടാടുന്നു. ധീരദേശാഭിമാനികളുടെ ഉജ്ജ്വലമായിട്ടുള്ള, വളരെ ത്യാഗപൂർണമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒരാളുടെ പേര് മാത്രം ഓർത്താൽ പോരാ, നിരവധിയായിട്ടുള്ള നേതാക്കളും നിരവധിയായിട്ടുള്ള ആളുകളുടെയും മുഖങ്ങൾ ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരാളെയും ഇതിൽ വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചോ? നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കൊളോണിയൽ മൈൻഡ് സെറ്റ്, കൊളോണിയൽ ചിന്താധാരകൾ ഇപ്പോഴും ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് വിട്ടുമാഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം, നമ്മുടെ ദേശീയ ഗാനം പൂർണ്ണമായിട്ട് ആലപിക്കാൻ പലർക്കും വിമുഖത രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര വീർ സവർക്കറിനെ ആദരിക്കാൻ, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം, ത്യാഗപൂർണമായിട്ടുള്ള നിരവധി കഷ്ടപ്പാടുകൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ടെന്നൊക്കെ ഓർക്കാനൊക്കെ നമ്മൾ മറന്നു പോകുന്നതും നമുക്ക് വല്ലാത്ത രീതിയിലുള്ള വിമുഖത തോന്നുന്നതും ഇത്തരത്തിലുള്ള കൊളോണിയൽ മൈൻഡ് സെറ്റ്, ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച, ഇഞ്ചക്ട് ചെയ്ത, ഇന്ത്യൻ മനസ്സിലേക്ക് പാകിയിട്ടുള്ള വെറുപ്പിൻ്റെ അല്ലെങ്കിൽ അപഹർഷതാബോധത്തിൻ്റെയൊക്കെ ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇപ്പോഴും നമ്മളെ വിട്ടു മാറിയിട്ടില്ല, നമ്മളിൽ ഇപ്പോഴും കുടികൊള്ളുന്നുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ ഏതാനും ചില ഉദാഹരണങ്ങൾ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ, UDF സർക്കാർ കാസർഗോഡ് നിന്നുള്ള ഒരു അധ്യാപകനെ അടുത്തിടെ അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ നൽകിയത്? ഒരു ക്യൂസ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് കുമ്പള മഞ്ചേശ്വരം LP വിഭാഗം സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്യൂസ് 2026 അങ്ങനെ ഒരു പരിപാടിയിൽ ഒരു ചോദ്യം തയ്യാറാക്കി അദ്ദേഹം. ആ ചോദ്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അതിൽ നൽകിയിരുന്നത് വീർ സവർക്കർ ആയിരുന്നു. വീർ സവർക്കറിൻ്റെ പേര് നൽകിയിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു വിവാദ ചോദ്യം തയ്യാറാക്കിയതിൻ്റെ പേരിൽ ഗുരുപ്രസാദ് റായ് എന്ന് പറയുന്ന അധ്യാപകന് സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഷൻ നൽകുകയും ചെയ്തു. ഈ സസ്പെൻഷൻ നടപടി ഇപ്പം കോടതിക്ക് മുമ്പാകെയാണുള്ളത്. കേരള ഹൈക്കോടതി ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 17-ാം തീയതി അതിൻ്റെ അന്തിമ വിധി, ഈ സസ്പെൻഷൻ ശരിയാണോ അതോ അത് റദ്ദാക്കപ്പെടുമോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹർജി നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗുരുപ്രസാദ് കോടതിയെ സമീപിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് റിജു എബ്രഹാം സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്നുള്ളതാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യം തെറ്റല്ലെങ്കിൽ, ഈ തയ്യാറാക്കിയ ചോദ്യത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നവുമില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നടപടി നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ളൊരു ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ വിശദീകരിക്കണമെന്നാണ് ഈ ജസ്റ്റിസ് റിജു എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് മറുപടി അതിന് സംസ്ഥാന സർക്കാർ നൽകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിലവിലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നത് ഒരു പ്രത്യേക സമുദായത്തിനെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക്, അത് ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേക വിഭാഗം എന്ന് പറയുമ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിലെ ഒട്ടുമിക്ക ആളുകൾക്കും, പ്രത്യേകിച്ചും സത്യാനന്തര കാലത്തെ ബുദ്ധിജീവികളായിട്ടുള്ള സ്വരാജുകൾക്കും അത്തരത്തിലുള്ള ആധുനിക ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കൊന്നും സവർക്കറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അദ്ദേഹത്തെ ഷൂനക്കി എന്ന് വിളിച്ച് നിരന്തരം വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹോബിയാണ്, ഒരു വിനോദമായിട്ട് അത് തുടർന്നിട്ട് കുറേയധികം നാളുകളായി. പക്ഷെ നമുക്കറിയാം, നമ്മളേറെ ബഹുമാനിക്കുന്ന
പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ അടിയന്തരാവസ്ഥ കാലത്തെ അവരുടെ നടപടികളെയൊന്നും ബഹുമാനിക്കുന്നില്ലെങ്കിലും ശ്രീമതി ഇന്ദിരാഗാന്ധിയെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ധീരയായിട്ടുള്ളൊരു വനിതയായിരുന്നു അവർ, ധീരയായിട്ടുള്ളൊരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അവർ യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദിയായ സവർക്കറിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് വീർ സവർക്കറിനെ അവർ വിശേഷിപ്പിച്ചത്. നമ്മളേറെ ബഹുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യരായിട്ടുള്ള AKG, മഹാനായിട്ടുള്ള ആയില്യത്ത് കുട്ടേരി ഗോപാലൻ എന്ന് പറയുന്ന AKG 1957 ഇന്ത്യൻ പാർലമെൻറ്റിൽ സവർക്കറിന് അനുകൂലമായിട്ട് അനുകൂലമായിട്ട് വന്ന 48 വോട്ടിൽ ഒരു വോട്ട് എന്ന് പറയുന്നത് AKGയുടെ വോട്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേതാക്കൾ അന്ന് മുതലേ സവർക്കറിൻ്റെ വീരകൃത്യങ്ങളെ അനുമോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ഉള്ളിൽ നിന്ന് തുടിക്കുന്ന വിപ്ലവമായിട്ടുള്ള ചിന്തകളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്നത്തെ കാലത്തെ പല ആളുകൾക്കും സവർക്കറിനെ അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട രീതിയിലുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് എന്ന് മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവണത രൂപപ്പെടുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും കൊളോണിയൽ മൈൻഡ് സെറ്റ്, ബ്രിട്ടീഷുകാരും മറ്റുള്ള ആളുകളൊക്കെ ഇന്ത്യൻ മനസ്സിലേക്ക് പാകിയിട്ടുള്ള കൊളോണിയൽ ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ ഉത്തരങ്ങളാണ് വീർ സവർക്കറിനെ, സ്വതന്ത്ര വീർ സവർക്കറിനെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ കാരണം. മറ്റൊന്നാണ് വന്ദേമാതരം വിവാദം. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുന്നതിൽ പല ആളുകൾക്കും വിമുഖതയാണ്. നോക്കൂ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ബിംബമായിരുന്നു, ഒരു പ്രധാന സ്ലോഗനായിരുന്നു വന്ദേമാതരം എന്ന് പറയുന്നത്, ആ ഗാനം എന്ന് പറയുന്നത്. അതൊരു കാലത്ത് മുസ്ലിങ്ങളായിട്ടുള്ള നിരവധി ദേശീയ പ്രസ്ഥാന നേതാക്കൾ അവരുടെ ചുണ്ടിൽ നിന്ന് അതിലെ ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആ ഗാനത്തിൻ്റെ വരികളെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കാലം പിന്നിടുമ്പോൾ, നമ്മൾ ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വന്ദേമാതരത്തിലുള്ള മുഴുവൻ വരികൾ പലർക്കും പ്രശ്നമായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യമായിട്ട് വന്ദേമാതരത്തിനെതിരെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഇന്ത്യ വിഭജനം ആവശ്യപ്പെട്ട ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ജിന്നയൊക്കെയാണ് വന്ദേമാതരത്തിനെതിരെ വലിയ കുഴപ്പമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം മുസ്ലിം സമുദായത്തിന്, ഒരു പ്രത്യേക ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് വന്ദേമാതരത്തിനോട്, അതിലെ ബഹുദൈവ ആരാധന പ്രകടിപ്പിക്കുന്ന പല ആശയങ്ങളോടും വരികളോടും ഉൾക്കൊണ്ടു പോകാനായിട്ട്, വിശ്വാസപരമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കൾ ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു കീഴ്പ്പെടൽ തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 40 വർഷത്തോളം 1870-കളിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ വേദികളിൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന 40 വർഷത്തോളം വന്ദേമാതരം വിവിധ വേദികളിൽ കോൺഗ്രസ് ആലപിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത പ്രശ്നം പിന്നീട് രൂപപ്പെട്ടു. അങ്ങനെയാണ് 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വന്ദേമാതരം, ആ മുഴുവൻ വരികളും ഒതുക്കപ്പെട്ട് 2 വരി മാത്രം പാടിയാൽ മതി എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പൂർണ്ണാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് സത്യമാണ്. എങ്കിലും സാംസ്കാരികപരമായിട്ട് ഇന്ത്യ ഇപ്പോഴും സ്വതന്ത്രയാണോ എന്നതൊരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അല്ല, സാംസ്കാരികപരമായിട്ടും ഇന്ത്യ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ വിവാദങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്ന് പറയുന്ന ദേവതകൾ വന്ദേമാതരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മതേതരത്തെ തകർക്കും, അതൊരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുമെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും എതിർപ്പുന്നയിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സത്യമേവ ജയതേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ സ്ലോഗനാണ്, അല്ലെങ്കിൽ നാഷണൽ മോട്ടോ ആണ്. സത്യമേവ ജയതേ.
എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ സത്യമേവ ജയതേ ഉൾക്കൊള്ളുന്നത്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന ആശയത്തെ സാംശീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അത് മതേതരത്വത്തെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആശയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതാണ്. നമ്മളെ റെജിമെൻറ്റുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജമ്മു ആൻഡ് കാശ്മീരിലെ എന്താണ് റെജിമെൻറ്റിൽ അവിടെ പട്ടാളക്കാർ ദുർഗ കാളി മാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പോരാട്ടങ്ങൾക്കും അവർ മുൻകൈ എടുക്കുന്നത്, അവർ ഇറങ്ങി പുറപ്പെടുന്നത്. ഈ സ്ലോഗൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുന്നതാണ്. അതൊരു സെക്യുലർ കൺസെപ്റ്റിലാണ് അവിടുത്തെ ഭരണ രീതികൾ പോകുന്നത്. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ അവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഹെറിറ്റഡ് ആയിട്ട് നിലകൊള്ളുന്ന ആശയങ്ങളാണ്. കേവലം സെക്യുലറിസത്തിൻ്റെ പേരിൽ, മതേതരത്വത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ പിഴുതെടുത്ത് കളയണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യം. അങ്ങനെ പിഴുതെടുത്ത് കളയണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊളോണിയൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കൊളോണിയൽ സൈക്കോളജിക്കലി നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരുടെയും അല്ലെങ്കിൽ മറ്റു പല ആശയങ്ങളുടെയും അടിമകളായിട്ട് തുടരുകയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.